ഇതെന്താ? ഞാൻ ചുക്കാപ്പ് ഇടുന്നുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണോ? വക്കീലിന്റെ അടുക്കള എന്തായാലും ഞാൻ വൃത്തികേടാക്കില്ല. ആ, അവിടെ പോയി റെസ്റ്റ് എടുത്തേ. ചുക്കാപ്പിയുടെ പൊടി അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. കാപ്പി ഇടുന്നതേ എന്റെ ഡ്യൂട്ടിയല്ലേ. കുടിക്കുന്നത് മാത്രമാണ് വക്കീലിന്റെ ഡ്യൂട്ടി. പരിചയമില്ലാത്ത അടുക്കള സാധനങ്ങളൊക്കെ എവിടെയായിരിക്കുന്നതെന്ന് നല്ല നിശ്ചയമുണ്ടോ? എല്ലാ അടുക്കളയും ഏകദേശം ഒരുപോലെ തന്നെയാ. എല്ലാ സാധനങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. വക്കീൽ പോയി റെസ്റ്റ് എടുത്തേ. അതെ, പല സാധനങ്ങളും പല സ്ഥലത്തായിട്ടായിരിക്കുന്നത്. ആയിക്കോട്ടെ വക്കീലേ, ഇത് കോടതിയല്ല. കോടതി വിസ്താരം വേണ്ട. എന്നെ ഒന്ന് ഫ്രീ ആക്കി വിട് വക്കീലേ. അവിടെ പോയി ഇരിക്ക്. ഒരു കാര്യം ഞാൻ പറയാം. ഈ ആശ്രമത്തിന്റെ ചിട്ടവട്ടങ്ങൾക്കും രീതികൾക്കും ചേരാത്ത ഒരു സഹായവും ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല. ഈ ആശ്രമത്തിലെ അന്തേവാസികളെയും കുട്ടികളെയും സഹായിക്കണമെന്ന് നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനായിട്ട് ഒരു ചാക്കരി ദാനം തന്നേക്കൂ. ശിവയോഗി, അയാളുടെ ഉള്ളിൽ എന്താന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ മൂർത്തി. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. മനസ്സ് വായിക്കാൻ കഴിയുന്ന മാന്ത്രിക വിദ്യ ഉണ്ടെന്ന് തോന്നുന്നു അയാളുടെ കയ്യില്. അല്ല, ആശ്രമത്തിലെ ഒരു അന്തരീക്ഷം തന്നെ അങ്ങനെയാണല്ലോ. ഇല്ലാത്ത പലതും അവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കും. നമ്മുടെ മനസ്സ് വായിച്ച പോലെ ചിലപ്പോൾ ഈ സ്വാമിമാരൊക്കെ സംസാരിക്കുകയും ചെയ്യും. ഇതുപോലുള്ള ഏത് സ്ഥലത്ത് പോയാലും നമുക്കങ്ങനെ തോന്നും. ഇതങ്ങനെ അല്ല മൂർത്തി. അയാൾക്ക് എന്തോ ചില കഴിവുകളുണ്ട്. ധ്യാനശക്തി കൊണ്ട് നമ്മുടെ മനസ്സിലെ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയും തോന്നുന്നു. എന്തായാലും അയാളെ തന്നെ നമുക്ക് അപ്രോച്ച് ചെയ്യണം. എന്നാലേ കാര്യം നടക്കൂ. ശിവയോഗി നമ്മുടെ വഴിക്ക് വരുന്ന എനിക്ക് തോന്നില്ല. ആശ്രമത്തിൽ അതിനു പകരം നമുക്ക് മറ്റൊരാളെ കണ്ടെത്തിയാലോ? മാഡം അക്കാര്യത്തിൽ വിഷമിക്കണ്ട. അയാളല്ലെങ്കിൽ മറ്റൊരാൾ, ആരെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. സമൃദ്ധ അർച്ചനയിലേക്ക് മടങ്ങിപ്പോകാൻ സന്ദീപേ, നിന്റെ വിഷമം എനിക്കറിയാം. ഞാനൊരു അബദ്ധം കാണിച്ചതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. ആ ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിട്ട് തിരിച്ചയക്കേണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നോട്ടീസ് ഒപ്പിട്ട് തിരിച്ചയച്ചു എന്ന് കരുതി ഡിവോഴ്സ് കോടതി അനുവദിക്കാൻ അത് മാത്രം പോരാ. ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. അവളെ മോളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. അവൾക്ക് മോൾക്ക് വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്തത്. എന്നിട്ടും അവളെന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന സങ്കടം മാത്രമേ ഉള്ളൂ. തളർന്നു പോകരുത്. ധൈര്യമായിട്ടിരിക്കെ. നിന്റെ ഏത് പ്രശ്നത്തിലും ഈ ഏട്ടത്തിൽ കൂടെ നിൽക്കില്ലേ? ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എടുത്തി, അവളും മോളും തന്നെയാ എന്റെ പ്രശ്നം. ഡൈവോഴ്സ് പെറ്റീഷൻ അയക്കാനുള്ള തീരുമാനം അവളുടേത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിന്റെ വീട്ടുകാര് തന്നെയാ അതിനു പിന്നിൽ പ്രവർത്തിച്ചത്, പ്രത്യേകിച്ച് സച്ചി. ഞാൻ അവളൊന്ന് പോയി കണ്ടാലോ എടുത്തി? എന്താടാ ഇത്? ഇത്രയ്ക്കുള്ളോ നിന്റെ ധൈര്യം? ഭാര്യയും കുഞ്ഞിനെയും ഇത്രയേറെ സ്നേഹിക്കുന്ന നിന്നെയാണല്ലോടാ അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചത്. നിനക്കവരെ നഷ്ടപ്പെടാതിരുന്നാ പോരെ? അത് ഞാൻ നോക്കിക്കോളാം. മാഡം ഒരു വാക്ക് പറഞ്ഞാൽ അത് നടത്തിയിരിക്കും. എടുത്തി, മോളെ കാണാഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത സങ്കടം. വീട്ടിലേക്ക് ചെന്ന് അത് ഇനിയും വലിയ പ്രശ്നമാവും. വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസം സ്കൂളിൽ പോയി കാണണം. അവിടെ ആവുമ്പോ വീട്ടിൽ ചെല്ലുന്നതിന്റെ ബുദ്ധിമുട്ടില്ലല്ലോ.
അതാ നല്ലത്. നാളെ സ്കൂളിൽ ചെന്ന് മോളെ കണ്ടാ മതി. വേണമെങ്കിൽ ഇടത്തേം വരാം. വേണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാം. എന്ന് ആര് പറഞ്ഞു? അമ്മുക്കുട്ടിയെ കാണാതെ നിന്റെ അച്ഛനെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഈ വിഷമമൊക്കെ മാറുമ്പോഴേ അച്ഛൻ ഇങ്ങ് തിരിച്ചു വരും കേട്ടോ. ആന്റി, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യണം. സച്ചിന്ന് തല്ലുകയും കൂടെ ചെയ്തോടെ അവന്റെ വാശി കൂടിക്കാണും. പോരെങ്കി എരികേറ്റി വിടാനും അവിടെ ആളുകളുണ്ടല്ലോ. എടി മോളെ, ഞാൻ അവനെ ഒന്ന് ചെന്ന് കണ്ടാലോ എന്ന് വിചാരിക്കുക. വാശി തലയിൽ കയറി നിൽക്കുന്ന സമയത്ത് ആന്റി ചെന്ന് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. ഞാൻ ഇത്രയ്ക്ക് മഹാഭാവിയാണ് എന്റെ ഈശ്വര. സ്വന്തം മക്കളുടെ ജീവിതം ഇങ്ങനെ കൺമുമ്പിൽ തകരുന്നത് കാണാനാണ് ദൈവം എന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇല്ല, ഇവക്ക് അച്ഛനില്ലാതാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും. മോളുടെ അച്ഛനെ ഈ അമ്മമ്മ കൊണ്ടുവരും കേട്ടോ. ദേ മോള് വന്നേ. ആന്റി ചോക്ലേറ്റ് വാങ്ങിത്തരാം. ചോക്ലേറ്റ് വേണോ അതോ ഐസ്ക്രീം വേണോ? ഐസ്ക്രീം മതി. ആ മിടുക്കി. വാ.